ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്നെന്ന് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷറൂഖ് സൈഫി. പമ്പിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഷറൂഖ് സൈഫിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. തീവെപ്പിന് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്താൻ ശ്രമം. കോഴിക്കോട് കരാർ ലഭിക്കാൻ സോണ്ട കമ്പനിയെ സർക്കാർ വഴിവിട്ട് സഹായിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. കമ്പനിക്ക് ടിപ്പിംഗ് ഫീ ഏർപ്പെടുത്താൻ സഹായിച്ചത് അന്നത്തെ ചീഫ് സെക്രട്ടറി. സോണ്ട മുൻ പ്രതിനിധിയും ഇടനിലക്കാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. സത്യം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ എഫർട്ടിൽ നടന്നില്ല, അത് അവർക്ക് നിവൃത്തിയില്ലായിരുന്നോണ്ട് ആ ടിപ്പിംഗ് ഫീ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ ടേംസിൽ ഈ പ്രൊജക്ട് വന്നാലേ ഞങ്ങൾ ഈ ആണെങ്കിലും എടുക്കത്തുള്ളൂ. ബ്രഹ്മപുരത്ത് പുതിയ മാലിന്യ പ്ലാന്റിന് ടെൻഡർ ക്ഷണിച്ച് കൊച്ചി കോർപ്പറേഷൻ. KSU മഹിളാ കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ച് K സുധാകരൻ, VT ബൽറാമും K ജയന്തും KSU ചുമതല ഒഴിഞ്ഞു. ജബി മേത്തർക്കെതിരെ ഹൈക്കമാൻഡിന് 10 MP-മാരുടെ പരാതി. ഭവനരഹിതരില്ലാത്ത സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കേരളം. ലൈഫ് പദ്ധതിയിൽ 4 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. 174 കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി. താമരശ്ശേരിയിൽ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. 2 പേർ കസ്റ്റഡിയിൽ. ഭാര്യയെ നടുറോഡിൽ തള്ളി ഭർത്താവുമായി കടന്ന സംഘത്തിനായി അന്വേഷണം. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക തർക്കങ്ങളെന്ന് പ്രാഥമിക നിഗമനം. വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. യാത്ര തേസ്പൂർ വ്യോമയാനത്താവളത്തിൽ നിന്ന് പ്രതിഭ പട്ടീലിന് ശേഷം യുദ്ധവിമാനത്തിൽ പറക്കുന്ന 2ാമത്തെ വനിതാ രാഷ്ട്രപതി.